ഹാപ്പി ബർത്ത്ഡേ. വിട്ടാ കൈ വിട്ട് കണപ്പം എങ്ങനെ കാണിച്ചു കൊടുത്താ കണപ്പം പറയൂ. ഇതുങ്ങക്ക ബർത്ത്ഡേന്റെ വക എല്ലാരും കൊടുക്കണം. നമ്മൾ ഡെയിലി കാണുന്നല്ലേ. ഓക്കെ ഇന്ന ദിവസം പറ. ഇന്ന് 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 ഇന്ത്യയില് ഇന്ന് ചെറുപാര് കഴിഞ്ഞ പോലെ ഇന്ന് ദിവസം അമ്മേന്റെ ബർത്ത്ഡേക്ക് രാവിലെ തന്നെ എന്താ എനിക്ക് കുന്തം വരും. ഇന്റെ ഇന്റെ ബർത്ത്ഡേ അല്ല, എന്റെ അമ്മേന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേക്ക് രാവിലെ തന്നെ ചെറുപാര് കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആർക്കാ ഹാപ്പി ബർത്ത്ഡേ? എനക്കാ. ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ചെറുപാരി കഞ്ഞി, ചമ്മന്തി, കൈപ്പക്ക. കൈപ്പക്ക ഇനി തിന്നുന്ന ഒരാള് നോക്കെ. ഇന്നത്തെ സർപ്രൈസ് കഴിഞ്ഞ് കഞ്ഞി വിത്ത് വർഷ. എന്താ എനിക്കൊരു നാണം പോലെ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ ചേട്ടാ. എന്തിനാ നാണം വരുന്നല്ലേ? ഇതെന്ത് ഇന്നലെ കല്യാണം കഴിച്ചാട്ടാ നാണം വരെ? ഓട്ടോയില് ചാർജ് ഉണ്ടോ നോക്കട്ടെ ആദ്യം. അയ്യോ 45% ഉള്ളൂ. ഇത് പോകൂല. പിന്നെ കാർ പോവാ. കാർ ചാർജ് ചെയ്യാൻ വെക്കാം. അല്ല ഓട്ടോ കിളി കണ്ണനാ കിളി. അവിടെ ഇനി ഓടിച്ചാ പോയി നടക്കൂല. കണ്ണ കിളി പറഞ്ഞോ. കിളിയുന്നോ സ്ഥലമുണ്ടാ? വലിയ സ്ഥലമുണ്ടാ? പോവാ മതിയാ? ഇന്ന് അമ്മേന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എന്ത് അഫിറ്റാ? എടാ ഔട്ട്ഫിറ്റ് പറഞ്ഞേ. കാതലാ? നമ്മള് പോന്ന് അത് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാ? നീ പറഞ്ഞോ. കേക്ക് മുറിക്കാനൊന്നുമല്ല. എന്റെ അമ്മക്ക് iPhone 17 Pro വേണ്ട. അതെന്നെടാ വേണ്ടാന്ന് പറഞ്ഞടാ. അതെന്നെ പ്രോ വേണ്ടാന്ന് പറഞ്ഞേന്ന്. എന്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞേന്ന്. അതുകൊണ്ട് അത് കഴിഞ്ഞ പിന്നെ എന്റെ അമ്മക്ക് എന്നാ ഇഷ്ടം? അതല്ലെങ്കിൽ വേറെ ഇഷ്ടം പറഞ്ഞേ. മോതിരല്ലോ. അടുത്തെത്തി വേറൊരു സാധനം അതേപോലത്തെ. കമ്മൽ ഇഷ്ടല്ലേ എന്റെ അമ്മക്ക്? കമ്മൽ വാങ്ങി കൊടുത്താലോ? ഗ്രീൻ കമ്മൽ മേടിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്, പോകുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ ഇറങ്ങാൻ വെച്ചാ എപ്പോഴും പോലെ 2 മണിയായി. 1:59. കണ്ടപ്പോ ഫുഡ് കഴിക്കാം അല്ലേ? എവിടെ നിന്ന് അയക്കുവാ? ദേവൂസ് ഇന്ന് ലീവാ മോനെ. നമുക്ക് ഇത്താത്ത ദിവസം പോവാ. തലശ്ശേരിയിലെ ഈ ഒരു ഗേറ്റ് എപ്പം വന്നാലും അടച്ചിട്ടുണ്ടാവുക. ഇത് തുറക്കൂലോളി. നമ്മൾ വരുന്ന കണ്ടിട്ട് അടക്കുന്നതായിരിക്കും. വേണപ്പാ ഗായ്സ്, ഇപ്പൊ തലശ്ശേരിയില് വണ്ടി എടുത്തിട്ട് വരുവാന്ന് പറയുന്നത് തന്നെ ഒരു പേടി സ്വപ്ന. ഈ ഒരു ജംഗ്ഷൻ 2-3 ജംഗ്ഷന് പണിയെടുത്തോണ്ടിരിക്കുന്ന. പക്ഷെ അങ്ങനെ നമ്മളൊരു പുതിയ ഹോട്ടൽ കണ്ടുപിടിച്ചല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു ഹോട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് തലശ്ശേരിയിലുള്ളത്. പിന്നെ ക്യൂ നിൽക്കണം. ക്യൂ നിൽക്കാൻ കഴിയില്ല. നമുക്ക് നല്ല എമ്മറപ്പേരി ഫുഡ് അടിച്ചാലോ? എന്നാ വണ്ടി പാർക്കായിട്ട് 100 മീറ്റർ നടന്നുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് എത്തി. ഇല്ലെങ്കിൽ അരമണിക്കൂറായിട്ടുണ്ടാവും. നമുക്ക് വാങ്ങിക്കൊടുക്കണ്ടേ എൻ്റെ പിറന്നാളിന്? നീയല്ലേ വാങ്ങിക്കൊടുക്കണ്ടേ? AC കാണാൻ തായിരിക്കണം. മേലെ നമുക്ക് AC അല്ല, സുഖമില്ല. എൻ്റെ മോനെ തിരക്കേടിയും ക്യൂവാ. നാളെ സമ്മാനം ഉറപ്പായിട്ട് കിട്ടും. ഫോട്ടോ ചേട്ടത്ത് ദൈവത്തിനാണ് കിട്ടും. എടാ എന്നോട് അറിയത് വാങ്ങി മാമന്റെ മോനാണ്. നമ്മൾ ലോട്ടറി എടുക്കലില്ല, അതുകൊണ്ടാ. ഒരെണ്ണം എടുക്കാപ്പ. ഇതെന്താ ഈ ജാതി ഗൂഗിൾ പേ ഉണ്ടാ? ഫോണ് കള്ളം കൊണ്ടുപോയി. ഇതിൽ ലോട്ടറിയിൽ പേപ്പറിൽ പൈസ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ സെറ്റ് ആക്കിയാണ്. ഇവന്റെ പേര്
അതാ 100 ഉള്ളൂ. എന്റെ ശിവനെ ഞാൻ രക്ഷപ്പെട്ട് ശബരിമല മുരുക. ഞാൻ രക്ഷപ്പെട്ടെ അടിക്കട്ടെ. ഏർത്തനായിട്ടാ എന്നാ കല്യാണം കയറാം അല്ലേ? എടുത്തെങ്കിൽ ഇപ്പുറം കിടക്കുമോ? ഇതിലൂടെ കിടക്കാൻ തോന്നുന്നു. ആക്കി വെച്ചില്ല സീപ്പറുണ്ടോടി. കണ്ണൻ ഇഷ്ടപ്പെട്ട ആളിനെ എടുക്കുള്ളൂ അല്ലാണപ്പാ? അതാ വേണ്ട നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒന്നും ഇഷ്ടപ്പെട്ടില്ല പോലും. അപ്പം അടുത്ത വീഡിയോയിലേക്ക് പോകാം. മലബാർ എന്താ ഡയമണ്ട് മേലെ വെക്കുന്നത്? പച്ചക്കറി പിടി ഞാൻ കേട്ടു തിരക്കായിരിക്കും ഇവിടെ. കോപ്പി കിട്ടിയല്ലോ. ഇനി വൈകുന്നേരത്തെ ചായ വെച്ച് കൊടുക്കണ്ടല്ലോ. എന്നോട് ചിരിക്കുന്നത് ഏതാ ഇഷ്ടപ്പെട്ടെ? ഇത് ഇങ്ങോട്ടാ. രണ്ട് രസം കൊണ്ട് വന്നു. ഏതാ ഞാൻ നോക്കിട്ട് പറ. മറ്റേത് ഇതേ ഏകദേശം ഈ ഒരു സാധനം വരുന്ന ടൈപ്പ് അല്ലേ മറ്റേ കമല്? ഇതാണോ ഇതാണോ? അതാ അല്ലേ? സൂപ്പർ അല്ലേ? എനക്കും തന്നെ കണ്ണം പറയുന്ന എടുത്തോ. അതെയാ? ഓക്കെ, താങ്ക് യു. കാണും. നീ ഇന്ന് വീഡിയോയിൽ വരും. നീ പഠിക്കണ്ട. അത് വരൂ. നീ പഠിക്കണ്ട. എല്ലാ ഡിസ്കൗണ്ട് ആക്കി തന്നില്ലടാ. അതിനെ കാണിക്കണ്ടേ? അവിടെ ചെക്കനുണ്ട് മേലെ. ആയിക്കോട്ടെ. കയറി മോനെ. ആടാ വാങ്ങിത്തരുവാടാ ഒരു സാധനോ. നീ ഇന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു സാധനം വാങ്ങിത്തരും. 50 പൈസേൻ്റെ മുട്ടായി. ഇട്ടോ കമലിട്ടോ. ഒരു ജ്വല്ലറി മുതൽ കമ്മൽ ഇടാണ്ട് നടക്കുന്നുണ്ടാ? കമ്മൽ ഇറങ്ങിട്ട് സ്റ്റാർ ഉദിക്കുന്നു. രണ്ടും കണ്ടോ? നല്ല രസമുണ്ടടാ. അല്ലേ? അടിപൊളിയായിരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? അത് ശരി, നമ്മളെന്തിനാ ഇവിടെ വന്നേ? എനിക്ക് മൂത്രയ്ക്കാനടാ. കേക്ക് മുറിക്കാനല്ലോ വന്ന നമുക്ക്. നമുക്ക് കേക്ക് മുറിക്കാൻ വന്നിടത്ത് എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടിയല്ലേ? എവിടെ സ്ഥലം അറിയുവാ? ആര്യ ഫലു അല്ലേ? അവനോട് അമ്മ കൊടുക്കട. ബ്രോ ടേസ്റ്റിലേക്ക് ഏതാ? അതാ? ആ ടേസ്റ്റ് ഉള്ളതാ. എന്നാ അത് പാക്കായിക്കോ. വേണോടോ? ഒന്നും വേണ്ട. ഇത് നിങ്ങൾക്കാം ബർത്ത്ഡേനെ വക എല്ലാവരും കൊടുക്കണം. നമ്മൾ ഡെയിലി കാണുന്നില്ലേ? ഓക്കെ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെ ചോദിച്ചത്. അങ്ങനെ അമ്മേൻ്റെ ബർത്ത്ഡേ എങ്ങനെ പൊളിച്ചില്ലേ? പൊളിച്ചടിക്കില്ലേ? അങ്ങനെ ഞാൻ കുറേ ദിവസം ഇതേനു ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നല്ല പിന്നെ ഒരു കേക്ക് വാങ്ങിയിട്ട് നമ്മൾ ആടെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കേക്ക് ഗിഫ്റ്റ് കൊടുത്ത്. അത് എൻ്റെ ഒരു സന്തോഷം. എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ദിവസം ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. ഓരോ എപ്പം പോലും നല്ല പെരുമാറ്റാ. ഒരു സാധനം കൊണ്ടുവരുന്ന ആളാണെങ്കിലും അവിടുത്തെ എല്ലാവരും നല്ല പെരുമാറ്റാ. പുറത്തുനിന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവർക്കും കൊടുക്കാം ഒരു കഷ്ണം കൊടുത്ത ഇടത്തേക്കാണ് എല്ലാവരും ഉണ്ടാവില്ല. ഇവർക്ക് കൊടുക്കും, മറ്റവർക്ക് കൊടുക്കണം. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം ഒരു കേക്ക് മേടിച്ച് കൊടുത്താലാന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് അതുപോലെ ചെയ്യാൻ പറ്റി. എന്തായാലും അതൊരു സന്തോഷം. നമ്മൾ കുറേ വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? 10-15 വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതിനെല്ലാം ഭയങ്കര സഹകരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് സന്തോഷമായില്ലേ? ശരിക്കും മനസ്സറിഞ്ഞ് ഒരു ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊന്നുമില്ല, എന്നാലും മനസ്സറിഞ്ഞ ഒരു ബർത്ത്ഡേ ഡേ ആയിട്ട് ഇങ്ങനെ പോയത് ഇന്ന് എനക്ക് നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. എന്താ പറഞ്ഞാൽ എത്രയോ കാലം വെച്ച് ഒന്ന് ഫ്രീ ആയി എന്ന് തോന്നുന്ന ഒരു ബർത്ത്ഡേ ഇന്നത്തെ ഈ ബർത്ത്ഡേ ആണ്. എന്താ പറഞ്ഞാൽ കണ്ണപ്പന്റെ ബർത്ത്ഡേ പോലും നമുക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ല ഓന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാജഡി ബർത്ത്ഡേ. അപ്പൊ അതെല്ലാം വേറെ കഥ. മറ്റേ ബ്ലോഗുകൾ ആഴ്ചയിൽ മാക്സിമം ഒരു ബ്ലോഗ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടാൽ അത് എനിക്കൊരു പ്രചോദനമാകും. ഓക്കെ കണ്ണപ്പ പറ
ടാറ്റാ